നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 565th day. Today, second sloka of Prathama Skanda, third chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 565 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം. യസ്യാംബസി ശയാനസ്യ യോഗനിദ്രാം വിധന്വത നാഭിഹൃതാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാംപതി. യസ്യാംബസി ശയാനസ്യ യോഗനിദ്രാം വിധന്വത നാഭിഹൃതാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാംപതി. ഓം തത്സത്. ഇപ്രകാരമാണ് യസ്യ അംബസി ശയാനസ്യ യോഗനിദ്രാം വിധന്വത നാഭിഹൃതാംബുജ ആസീത് ബ്രഹ്മ വിശ്വസൃജാംപതി. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അംബസി എന്ന് പറഞ്ഞാൽ ജലത്തിൽ, യസ്യ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ്റെ, ശയാനസ്യ ശയിക്കുന്നവനും, യോഗനിദ്ര സമാധിരൂപമായ നിദ്രയെ പ്രാപിച്ചിരിക്കുന്നവനും, വിധന്വത വിസ്തരിക്കുന്നവനുമായ, അതായത് പ്രാപിച്ച് വിശാലമായിട്ടിരിക്കുന്നവനുമായിട്ടുള്ള നാഭിഹൃതാംബുജാത് നാഭിയാകുന്ന ഹൃദയത്തിലുണ്ടായ താമരയിൽ നിന്ന്, അതായത് നാഭിയാകുന്ന ആ ഹൃത്തിൽ നിന്നും ഉണ്ടായ താമരയിൽ നിന്ന് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആസീത് ഉണ്ടായി. പതി വിശ്വസൃജാംപതി എന്ന് പറഞ്ഞാൽ ലോകത്തെ പരിപാലിക്കുന്നവർ, ലോകത്തിൻ്റെ പരിപാലകനായ, ലോകത്തിൻ്റെ പതിയായ, അതായത് ജലത്തിൽ ശയിക്കുന്നവനും യോഗനിദ്രാരൂപമായ നിദ്രയെ പ്രാപിച്ചിരിക്കുന്നവനും എല്ലായിടത്തും വിസ്തരിച്ചിരിക്കുന്നവനുമായിട്ടുള്ള യാതൊരുവൻ്റെ നാഭിയാകുന്ന ഹൃദയതാമരയിൽ നിന്നും, ഹൃത്താമരയിൽ നിന്നും ഈ ലോകത്തെ സൃഷ്ടിക്കുന്നവൻ്റെ പാലകനായിട്ടുള്ള ആ ഭഗവാന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും, മഹാവിഷ്ണുവിനെയാണ് ഇങ്ങനെ വിസ്തരിച്ചത്. അതായത് ലോകം മുഴുവനും പ്രാപിച്ചിരിക്കുന്ന, ജലത്തിൽ തപിക്കുന്ന താമര നാഭിയിൽ നിന്നും താമരയുണ്ടായിട്ടുള്ള ലോകത്തെ മുഴുവൻ പരിപാലനം ചെയ്യുന്ന പ്രജാപതികളുടെ എല്ലാം അധിപനായ ആ ബ്രഹ്മാവ് ആ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയിൽ നിന്നും ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ബ്രഹ്മാവ് എപ്രകാരമാണോ ബ്രഹ്മാവ് ഈ ലോകത്ത് ഉത്ഭവിച്ചത് അത് ആണ് ഇപ്പോൾ ഇവിടെ വർണ്ണിച്ചത്. ആരിൽ നിന്നും എങ്ങനെയുള്ള ആ ഭഗവാനിൽ നിന്നുമാണ് ബ്രഹ്മാവ് ഉണ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യസ്യാംബസി ശയാനസ്യ യോഗനിദ്രാം വിധന്വത നാഭിഹൃതാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാംപതി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.